എറണാകുളം ചേന്നമംഗലത്തെ പാലിയം തറവാട്ടിലാണ് സംസ്കാര ചടങ്ങ് നടക്കുന്നത്. നേരത്തെ 3:30-ക്ക് സംസ്കാരം എന്നായിരുന്നു തീരുമാനിച്ചെങ്കിൽ പക്ഷേ കുറച്ചുകൂടി നേരത്തെ സംസ്കാര ചടങ്ങിലേക്ക് പോകാനാണ് തീരുമാനിച്ചത്. കാരണം മിനിങ്ങാന്ന് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചതാണ്. ശാരീരിക സ്ഥിതി കൂടി കണക്കിലെടുത്ത് സംസ്കാര ചടങ്ങ് നേരത്തെ ആക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് ബന്ധുക്കൾ എത്തുകയായിരുന്നു. മാത്രവുമല്ല, ഏകദേശം 2 മണിക്കൂറോളം നീളുന്ന ചടങ്ങുകൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു എന്നതാണ്. കുടുംബപരമായ ചില ചടങ്ങുകളൊക്കെ അതെല്ലാം പൂർത്തിയാക്കി മൃതദേഹം ചിതയിൽ കിടത്തിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് പേരാണ് വിവിധയിടങ്ങളിലായി പ്രിയ ഗായകന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. മരണവിവരമറിഞ്ഞ അമല ആശുപത്രിയിലേക്ക് തന്നെ ഒരുപാട് പേർ എത്തിയിരുന്നു. പിന്നീട് പൂങ്കുന്നത്തെ വീട്ടിൽ, തൃശ്ശൂരിലെ സംഗീത നാടക അക്കാദമിയിലെ റീജിയണൽ തിയേറ്റർ ഹാളിൽ, ഇന്ന് ഇരിങ്ങാലക്കുടയിലെ സ്കൂളിൽ, ഒടുവിൽ വീട്ടിൽ ഏകദേശം 1.5 മണിക്കൂറോളം വീട്ടിലും സമയം ലഭിച്ചിരുന്നു. അവിടെയും ആളുകളെത്തി അന്തിമോപചാരം അർപ്പിച്ചു. മകൻ അച്ഛൻ്റെ അവസാന കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണ്. ഭാവഗായകൻ പി ജയചന്ദ്രൻ്റെ സംസ്കാര ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി അദ്ദേഹം അർബുദബാധയെ തുടർന്ന് പലപ്പോഴും ശാരീരിക അവസ്ഥകൾ മോശമായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വിൽ പവർ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും തിരികെ ജീവിതത്തിലേക്കും സംഗീതത്തിലേക്കും ഒക്കെ കൊണ്ടുവന്നുകൊണ്ടേയിരുന്നു. ചിതയ്ക്ക് തീ കൊളുത്താൻ പോവുകയാണ്. തിരുവില്ലാമല ഐവർ മഠത്തിൽ നിന്നുള്ള സംഘമാണ് ചിതയൊരുക്കിയത്. ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി. ചിതയൊരുക്കുകയാണ്. മൃതദേഹം വെച്ച ശേഷം നെയ്യ് പകരുന്നു. അദ്ദേഹത്തിന് പൂർണ്ണമായ യാത്രയയപ്പ്. ഒരുപക്ഷെ മലയാള സാഹിത്യ ലോകത്തും സംഗീത ലോകത്തുമൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടെ ഉണ്ടായ വലിയ നഷ്ടങ്ങളാണ്. ആദ്യം എം ടി വാസുദേവൻ നായരും പിന്നീട് പി ജയചന്ദ്രൻ്റേതും. പതിറ്റാണ്ടുകളോളം നമ്മുടെയൊക്കെ ജീവിതങ്ങളെ സ്വാധീനിച്ച, സ്പർശിച്ച പ്രതിഭാധനരായ മനുഷ്യരാണ് വിടവാങ്ങുന്നത്. തലമുറകളെ ഇങ്ങനെ ആസ്വദിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്ത, നേരത്തെ ഒരു ആരാധകൻ പറഞ്ഞ പോലെ, പാട്ടുകൾ കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചിട്ട് മടങ്ങുന്നുവെന്നാണ്. അതുപോലെ സംഗീതത്തിലൂടെ അനുഗ്രഹം വാരിക്കോരി നൽകിയ ഒരു വലിയ പ്രതിഭയാണ് നമ്മളിൽ നിന്ന് വിട്ടകലുന്നത്. 81-ാം വയസ്സിൽ പി ജയചന്ദ്രൻ വിടവാങ്ങുമ്പോൾ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകൾ അദ്ദേഹം നമുക്കായി നൽകിയ പാട്ടുകൾ കൂടുതൽ കൂടുതൽ തെളിമയോടെ നമ്മുടെ കാതുകളിലേക്ക് ഇനിയും ഒഴുകിയെത്തും. ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾ ഒരുപക്ഷെ ആരാധകരും സംഗീതപ്രേമികളുമൊക്കെ
പി ജയചന്ദ്രൻ പാട്ടുകളിലേക്ക് കൂടുതൽ സഞ്ചരിച്ച ദിവസങ്ങൾ കൂടിയാകും. സാധാരണഗതിയിൽ നമ്മൾ കേൾക്കുമ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ ദയാവായ്പോടുകൂടി ഒരുപക്ഷെ ആ പാട്ടുകൾ കേൾക്കാൻ നമുക്ക് തോന്നിയിട്ടുണ്ടാകും. ആ ശബ്ദത്തിൻ്റെ ഉടമ നമുക്കൊപ്പം ഇല്ല എന്ന നൊമ്പരം കൂടി ചേർത്ത് വെച്ചാണ് നമ്മൾ ആ പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ടാവുക.